നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. 2008 ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിയാക്കപ്പെട്ട പരപ്പര അഗ്രഹാര ജയിലിൽ കഴിയുന്ന സക്കറിയെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിക്കുന്നത്. 2009 ഫെബ്രുവരിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ലോക്കൽ പോലീസിനെയോ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാതെ വളരെ പെട്ടെന്ന് കർണാടക പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ഇപ്പോൾ 1.5 പതിറ്റാണ്ടായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. വിചാരണ പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കടുത്ത മനുഷ്യാവകാശ ലംഘനം സക്കറിയുടെ കാര്യത്തിൽ നടക്കുന്നു. ഈ വിഷയം ഒന്ന് പരിശോധിക്കാം. അജിംസ്, അതായത് ഈ ഗുജറാത്ത് കലാപ കേസിലൊക്കെ നമുക്കറിയാം 23 സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 23 ആളുകളെ കൊലപ്പെടുത്തിയവരെ വെറുതെ വിട്ട ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് അതേ നിയമത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരാളാണ് സക്കറിയും, അല്ലേ? എന്തുകൊണ്ടാണ് ഈ നീതി നിഷേധം? ഇത് ഒരു കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആൾക്ക് ഇതിൽ അത്ഭുതം തോന്നില്ല. കാരണം ഇപ്പം അത് കുറവാണ്. ആക്ച്വലി നമ്മളിത് പലവട്ടം ചർച്ച ചെയ്താണ്. 2000 മുതൽ 2011 വരെയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്ത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോൾ രാജ്യത്തെ ഏതെങ്കിലും നഗരത്തിലൊക്കെ സ്ഫോടനം ഉണ്ടാവും. അതെല്ലാം ലോ ഇൻറ്റൻസിറ്റി സ്ഫോടനം മുതൽ ഹൈ ഇൻറ്റൻസിറ്റി സ്ഫോടനം എല്ലാം ഉണ്ടാവും. അതിൽ കുറേ അധികം ആളുകൾ മരിക്കുന്ന സ്ഫോടനം ഉണ്ടാവും, ചിലപ്പോൾ ആരും മരിക്കാത്ത സ്ഫോടനം ഉണ്ടാവും. ഇപ്പോൾ ബാംഗ്ലൂർ നടന്ന ഒരു ലോ ഇൻറ്റൻസിറ്റി സീരിയൽ ബ്ലാസ്റ്റാണ്. മടിവാള ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായിട്ട്. മടിവാള നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു ബോംബുണ്ടായിരുന്നത്. അവിടെയാണ് ഒരു സ്ത്രീ മരിച്ചത്. ഒരു സ്ത്രീ മരിച്ചു, കുറേ അധികം ആൾക്ക് പരിക്കേറ്റു. ബാക്കിയൊരിടത്തും ആർക്കും മരിച്ചിട്ടൊന്നുമില്ല. അതാണ് ബാംഗ്ലൂർ സ്ഫോടനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം ആരാണ് ചെയ്തത്? നടന്ന സമയത്ത് 2008 നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള തിയറികൾ. അത് അന്ന് ഏത് സ്ഫോടനം നടന്നാലും ഈ പല തീവ്രവാദ സംഘടനകളുടെ പേര് കേൾക്കും. ഹർക്കത്തുൽ ജിഹാദ് ഇസ്ലാമി, സിമി, അന്ന് നിരോധിക്കപ്പെട്ട സിമി, അങ്ങനെ പറഞ്ഞ കുറേ അധികം സംഘടനകൾ, ഇന്ത്യൻ മുജാഹിദീൻ, അങ്ങനെ കുറേ അധികം പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കും. പത്രങ്ങളിലൊക്കെ വാർത്ത വരും. അപ്പോൾ ഇത് ആരും ഏറ്റെടുത്തില്ല. സാധാരണ ചില സ്ഫോടനങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുക്കും. ഇപ്പോൾ ജയ്പൂർ ബ്ലാസ്റ്റ്, അഹമ്മദാബാദ് ബ്ലാസ്റ്റൊക്കെ ഈ ഇന്ത്യൻ മുജാഹിദീൻ ഏറ്റെടുത്തുകൊണ്ട് മെയിലയക്കും, മാധ്യമങ്ങൾക്ക് മെയിലയക്കും, ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് മെയിലാക്കി. ഇതിൽ ബാംഗ്ലൂർ സ്ഫോടനത്തിൻ്റെ കാര്യത്തിൽ ആരും ഏറ്റെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മന്ത്രിമാർ മുതൽ, ആഭ്യന്തരമന്ത്രി മുതൽ പലരും ഇത് ഇന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലഷ്കർ എ തൊയ്ബയുടെ സൗത്ത് ഇന്ത്യ കമാൻഡർ എന്നറിയപ്പെടുന്ന തടിയൻ്റെവിടെ നസീറിനെ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ ബാംഗ്ലൂർ സീരിയൽ ബ്ലാസ്റ്റിലൊരു കേസന്വേഷണത്തിൽ അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തടിയൻ്റെവിടെ നസീറുമായിട്ട് ബന്ധമുള്ള അബ്ദുൽ നാസർ മഹദിനെ കേസിൽ ഉൾപ്പെടുത്തുന്നു. സൂഫിയ മഹദിനെ കേസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ സക്കരിയ എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഇന്നും അന്നും ആർക്കും അറിയില്ല. എങ്ങനെയാണ്? കാരണം 18 വയസ്സുള്ള അയാൾ അറസ്റ്റ് ചെയ്യും. 18 വയസ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയിലാണ് അത് പഠനം അവസാനിപ്പിച്ച് 6 മാസത്തെ ഒരു മൊബൈൽ നന്നാക്കുന്ന ഇത് പഠിച്ച് ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യാണ്, തിരൂരിലെ ഏതോ ഗൾഫ് ബസാറിലോ മറ്റും. അങ്ങനെ ഒരു പയ്യൻ, അവന് എതിരെയുള്ള കുറ്റം ഇതിലെ 4ാം പ്രതിക്ക് ടൈമർ ഉണ്ടായി കൊടുത്തു എന്നുള്ളതാണ് കുറ്റം. അപ്പോൾ ഈ സക്കരിയ അറിയാവുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായത് കള്ളക്കേസാണ്. ഒന്നുകിൽ ആൾ മാറിപ്പോയതാണ്, അല്ലെങ്കിൽ കള്ളക്കേസാണെന്ന് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് സക്കരിയ നിരപരാധിയാണെന്നുള്ള പെർസെപ്ഷൻ ഉണ്ടായത്. അതർവൈസ് ആ സമയത്ത് ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അന്നത്തെ കാലത്ത് ഒരു തീവ്രവാദ കേസിൽ ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം സമൂഹത്താൽ ബഹിഷ്കൃതരാവുകയും നിരന്തരം തീവ്രവാദിയുടെ അമ്മ തീവ്രവാദി ചേട്ടൻ വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 2008-2009. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് അയാൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മാത്രം ഈ ഫ്രീ സക്കരിയ മൂവ്മെൻറ്റ് പോലുള്ള ഇതുണ്ടായി. നിരവധി പ്രതിഷേധങ്ങൾ, നിവേദനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. ഒന്ന് UAP കേസാണ്, മറ്റൊന്ന് ബാംഗ്ലൂർ സ്ഫോടന കേസിൻ്റെ വിചാരണ എന്തായാലും ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിലെ ഒരു പ്രതിയായ മഹദിനിക്ക് പിന്നീട് ജാമ്യത്തിൽ വരാൻ സാധിച്ചു. പക്ഷെ സക്കരിയയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. ഫ്രീ സക്കരിയ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും സക്കരിയ നിരപരാധിയാണെന്ന് ആൾക്കൊക്കെ അറിയാമെങ്കിലും അയാളെ കൊണ്ടുവരണം, അയാൾക്ക് ജാമ്യം കിട്ടണമെന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഒരിടത്തും നടക്കുന്നില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ഈ സക്കരിയ ഒരു പ്രതീകമാണ്. സക്കരിയ ഒരു വ്യക്തിയല്ല. സക്കരിയെ പോലുള്ള ആയിരക്കണക്കിന് സക്കരിയമാർ ഇന്ന് ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. അവരൊക്കെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന 2000 മുതൽ 2011 വരെയുള്ള കാലത്ത് സവിശേഷമായി ഇന്ത്യൻ നഗരങ്ങളിൽ ഉണ്ടായ നിരവധി സ്ഫോടന കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് നിരപരാധികളായി ജയിലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് സക്കരിയ. ഇപ്പോൾ സക്കരിയെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതുപോലുള്ള എത്രയോ ആളുകൾ അകത്തിട്ടുണ്ട്. അവരൊന്നും പേര് പോലും നമുക്കറിയില്ല. നമ്മൾ ആ പേരൊക്കെ പിന്നെ കേൾക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പഴയ ബോംബ് സ്ഫോടനത്തിൽ നിരപരാധിയാണെന്ന് കണ്ട് ആളുകൾ വിട്ടയച്ചു. അത്തരം വാർത്തകളും വരുന്നുണ്ട്. അതായത് ഈ പേരറിവാളന്റെ ഒക്കെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അന്ന് ബാറ്ററി വാങ്ങിച്ചു കൊടുത്തു എന്നൊരു കേസുമായി ബന്ധപ്പെട്ടാണ് പേരറിവാളൻ രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു സമാനതയുണ്ട്. പേരറിവാളന്റെ കേസുമായി സമാനത. പേരറിവാളിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. അവിടെ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നത്. പക്ഷേ സക്കരിയുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ട്രയൽ നടക്കുന്നില്ല. ട്രയൽ നടന്നാലല്ലേ അയാൾ കുറ്റം ചെയ്തുവല്ലോ തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ട്രയലേ നടന്നിട്ടില്ല. ട്രയൽ എന്ന് തുടങ്ങുന്നു അറിയില്ല. അതിങ്ങനെ അനന്തമായി നീണ്ടു പോകണം. അയാളുടെ
ഒരു പ്രൈം ടൈം, ജീവിതത്തിലെ പ്രൈം ടൈം അയാൾ ജയിലിൽ കഴിഞ്ഞു കാണുന്നു. ഇനിയിപ്പോൾ അയാൾ ചെയ്ത കുറ്റം, ഇപ്പോൾ ടൈമർ ഉണ്ടായി കൊടുത്തതിന് കൊടുത്തു എന്ന് തന്നെ കരുതുക, അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ കരുതുക, എങ്കിൽ പോലും അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ അയാൾ ഇപ്പോൾ ജയിലിൽ അനുഭവിച്ചു കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഇത് സക്കരിയുടെ കാര്യത്തിൽ ഇപ്പോൾ 15 വർഷമായിട്ടുള്ളൂ. പക്ഷേ 20 വർഷം ജയിലിൽ കിടന്നിട്ട് നിരപരാധിയാണെന്ന് വിട്ടയച്ച 3-ലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫ് മുഴുവൻ ഇപ്പോൾ 10-25 വയസ്സിലോ ഒക്കെ ജയിലിൽ പോയി കഴിഞ്ഞാൽ 45-50 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവർ പുറത്തു വരും. ഒരു കുറ്റവും ചെയ്യാതെ കോടതി കുറ്റവിമുക്തരാക്കി പുറത്തുവിട്ട ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോഴും നമ്മുടെ ജയിലുകളിൽ അത്തരം ആളുകൾ കിടക്കുന്നുണ്ട്. ഈ അണ്ടർ ട്രയൽ, അതായത് വിചാരണ തടവുകാരായിട്ട് കിടക്കുന്നുണ്ട്. അവരുടെ വിചാരണ പോലും നടക്കുന്നില്ല. നമ്മുടെ രാജ്യം ഒരു എന്താണ് പറയുക, പല അർത്ഥത്തിലൊരു കാഫ്ക ലാൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. കുറേ കങ്കാരു കോടതികളൊക്കെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോടതി നടപടികൾ. ഈ കോടതികൾ എന്ന് പറഞ്ഞാൽ കോടതികൾക്ക് മുമ്പിൽ അവർക്ക് ഹൃദയമില്ലല്ലോ. അവരുടെ മുമ്പിൽ തെളിവുകൾ, വസ്തുതകൾ, ഡോക്യുമെൻറ്റുകളാണ് വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തെളിവുകളുടെ, ഡോക്യുമെൻറ്റിലെ വസ്തുതകളോ അല്ല. ആ വസ്തുതകൾ പരിശോധിക്കുന്ന പോലുമില്ല. അതിനു മുമ്പ് ഒരുതരം മുൻവിധിയോടുകൂടി ആളുകളെ കുരുക്കിലാക്കുക, അവരെ തടവറയിൽ അടയ്ക്കുന്ന ഒരു നീതി നിർവഹണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം അത് വെളിവായതാണ്, അതൊരു പരിധിവരെ വെളിവായതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകളുടെ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാലേഗാവ്, സംഝോത എക്സ്പ്രസ് സ്ഫോടനം, അതുപോലെ മക്ക മസ്ജിദ് സ്ഫോടനം. ഇതൊക്കെ BJP ഭരിക്കുമ്പോഴല്ല നടക്കുന്നത്, UPA ഭരിക്കുമ്പോൾ നടക്കുന്ന സ്ഫോടനങ്ങളാണ്. അപ്പോൾ ഈ സ്ഫോടനങ്ങളെ തുടർന്ന് ചില ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ച് പോയി യഥാർത്ഥത്തിൽ ഇതാരാണ് ചെയ്യുന്നത്, ഈ പറയുന്ന ഏറ്റെടുത്തുകൊണ്ടുള്ള മെയിലുകൾ വരുന്നതോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോകൾ, ഇൻ്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്നോ അതല്ല, യഥാർത്ഥത്തിൽ ഇതാരാണ് ചെയ്തതെന്ന് അന്വേഷിച്ച് പോയപ്പോൾ അവർ യഥാർത്ഥ പ്രതികൾ കിട്ടി. നമുക്കറിയാം, ഇപ്പോൾ മക്ക മസ്ജിദ്, മാലേഗാവ്, സംഝോത എക്സ്പ്രസ് സ്ഫോടനം, ഇതെല്ലാം ഈ പറയുന്ന സംഘപരിവാർ അഫിലിയേറ്റഡ് സംഘടനകൾ ചെയ്തതാണ് എന്ന് കണ്ടെത്തി തെളിഞ്ഞതാണ്. അതിൽ ഒരാൾ ആണ് പ്രഖ്യാ സിംഗ് ഠാക്കൂർ. അവരിപ്പോൾ MP ആയിട്ട് പാർലമെൻറ്റിലാണ്. അവരിപ്പോൾ സ്റ്റിൽ അവർ മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ്. അതുപോലെ സ്വാമി അസീമാനന്ദ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നയാൾ, ഞങ്ങളാണിത് ചെയ്തത് എന്ന് പോലീസിനോട് സമ്മതമൊഴി കൊടുക്കുക മാത്രമല്ല, അയാൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി 124 കൊടുത്തു. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി അയാൾ കുറ്റസമ്മതമൊഴി കൊടുത്തു. അത് അയാൾ കുറ്റസമ്മതമൊഴി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സംഘടന, ഇവരുടെ അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്ഫോടനങ്ങളൊക്കെ നടത്തിയത്. ഇപ്പോൾ ബാംഗ്ലൂർ ആരാണ് നടത്തിയത് നമുക്കറിയില്ല. അപ്പോൾ ഇയാൾ പറയുന്നത്, ഇയാളെ ജയിലിൽ അടച്ച സമയത്ത്, ഇയാളെ കണ്ടെത്തി ജയിലിൽ അടച്ച സമയത്ത് ഈ പറയുന്ന ഇയാൾ തന്നെ നടത്തിയ മക്ക മസ്ജിദ് സ്ഫോടന കേസിൽ തെറ്റായി പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ഒരാൾ അയാളോടൊപ്പം സെല്ലിലുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ സംസാരിച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് വയ്യാതായപ്പോൾ ഈ കൂടെയുള്ള സഹതടവുകാരനായ യുവാവ് ഇയാളെ ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കുകയും അയാളെ കെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇയാൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ മാനസാന്തരം വന്ന് ഇതൊക്കെ ഞങ്ങളാണ് ചെയ്തതെന്ന് തുറന്നു പറയാൻ തയ്യാറാവുകയും മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി തുറന്നു പറയുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഈ സ്വാമി അസീമാനന്ദയുടെ കുറ്റസമ്മതം മൊഴിയാണ് നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളൊരു കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് വന്നിട്ടും ആ കേസിൽ ഒന്നും ഉണ്ടായിട്ടില്ല, അതിലുള്ള പ്രതികളെ ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുകയാണ്. അവർ ഗോഡ്സെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഡീപ്പ് സ്റ്റേറ്റാണ്. ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ മാലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ RDX ആണ് ഉപയോഗിച്ചത്. RDX ഉപയോഗിച്ചത് എവിടെ നിന്നാണ് ലഭിച്ചത്? നമ്മുടെ സൈന്യം ഉപയോഗിക്കുന്ന RDX ആണ് അവർ ലഭിച്ചത്. എങ്ങനെയാണ് സൈന്യം ഉപയോഗിക്കുന്ന RDX ഈ പറയുന്ന ഭീകരവാദ സംഘടനകൾക്ക് ലഭിക്കുന്നത്? അവർക്ക് ലഭിക്കുന്ന ഇത് കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന മാലേഗാവ് സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ട അയാളൊരു സൈനിക ഉദ്യോഗസ്ഥനാണ്. അയാളൊരു സൈനിക സ്കൂൾ പൂനെയിൽ നടത്തുന്നുണ്ട്. RSSൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നൊരു സൈനിക് റിക്രൂട്ടിംഗ് സ്കൂൾ നടത്തുന്ന ഒരാളാണ്. അയാൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന സാധനമാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യം എത്രമാത്രം ലൂസാണ്, ഈ സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ലൂസാണ്. ജിൽസിക്ക് ഓർമ്മയുണ്ടാവും, 2017 കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്ന് സൈന്യത്തിൽ ഉപയോഗിക്കുന്ന ഗ്രനേഡുകൾ കണ്ടെത്തുന്ന വാർത്ത ഓർക്കുന്നുണ്ട്. കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്ന് ആ അന്വേഷണം എവിടെ? ഇപ്പോൾ എത്ര വർഷമായി? 7 വർഷമായി. അന്നൊരു വലിയ സംഭവമായിരുന്നു. എങ്ങനെ കുറ്റിപ്പുറം പാലത്തിനടിയിൽ ഈ സൈന്യത്തിൽ ഉപയോഗിക്കുന്ന ഗ്രനേഡ് വന്നു? അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറുമായിരുന്നു. വേറെ അർത്ഥത്തിൽ 2017 അത് 2009 കണ്ടെത്തുന്നതെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ മാറുമായിരുന്നു. 2017 കണ്ടെത്തി, എന്തേ അതിൻ്റെ അന്വേഷണം എവിടെയെങ്കിലും ആരവിടെ കൊണ്ടുവന്നിട്ടു, അതെങ്ങനെ വന്നു എന്ന് ഒരു പിടിയില്ല. അത് പൂനെയിലെ ആമറി ഡിപ്പോയിൽ നിന്ന് മോഷണം പോയത് അന്നുവരെ കണ്ടെത്തി, അതിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട്. എങ്ങനെ അവിടെ നിന്ന് വന്ന് കുറ്റിപ്പുറത്ത് കൊണ്ടുവന്നിട്ടു? കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് ബോംബ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ എന്ന് 6 നമ്പറിൻ്റെ ഡയലോഗ് മാറ്റി നിർത്തിയാൽ അതെങ്ങനെയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിയിൽ വന്നത്? അപ്പോൾ ഒരു ഡീപ്പ് സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുമ്പോൾ രാജ്യത്ത് സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. അവരാഗ്രഹിക്കുമ്പോൾ ആ സ്ഫോടനം സ്വിച്ചിട്ട് പോലെ നിൽക്കുന്നുണ്ട്. എങ്കിൽ ആ ഡീപ്പ് സ്റ്റേറ്റിലേക്ക് അന്വേഷണം എത്തുകയും അവരെ കണ്ടെത്തുകയും അവിടെ തുറന്നു കാട്ടുകയും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് ഇത്തരം നിരപരാധികൾ ജയിലിൽ കിടക്കാതിരിക്കാനുള്ള വഴി. അതല്ലാതെ
ഇപ്പോൾ ഓരോ വ്യക്തിക്ക് വേണ്ടി ഓരോ വ്യക്തി ഇങ്ങനെ കുടുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യുക, അവർക്ക് വേണ്ടി നിവേദനം ചെയ്യുക, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് ഇത് നിൽക്കാൻ പോകുന്നില്ല. അതൊരു അനന്തമായ പോരാട്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ആദ്യം ഈ ഡീപ്പ് സ്റ്റേറ്റ് ഏതാണെന്ന് കണ്ടെത്തുകയും അവർ തുറന്നു കാട്ടുകയും വേണം. യെസ് നിഷാദ്, അതായത് ഒരു 12 വർഷം എന്ന് പറയുന്നത് ഒരു ജീവപര്യന്ത തടവാണ്. നമ്മളൊരു ക്രിമിനൽ കേസുകൾ പരമാവധി കൊടുക്കുന്ന ശിക്ഷ, അതും കഴിഞ്ഞ് പിന്നിട്ട് പോയിരിക്കുന്നു, വിചാരണ പൂർത്തിയാക്കിയിട്ടില്ല, എപ്പോൾ പുറത്തിറങ്ങും അറിയില്ല, ചെയ്ത കുറ്റം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി എന്തായിരിക്കും ഈ കേസിൻ്റെ ഭാവി? അജിംസ് പറഞ്ഞതുപോലെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആണെന്നുള്ള വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പോൾ അതിലേക്കൊന്നും ഒരിക്കലും ഒരു അന്വേഷണവും എത്തിച്ചേരാനും വഴിയില്ല. എങ്ങനെയായിരിക്കും ഇനി കേസിൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞാൽ ജെൽസി, ഈ കേസിനെ കുറിച്ച് ആരാണ് ഈ രാജ്യത്ത് ചിന്തിക്കുന്നത്? ഇന്നത്തെ ദിവസം ഇത് സംസാരിക്കുന്നത് നമ്മളിവിടെ ഇരുന്ന് മാത്രമായിരിക്കും, അല്ലാതെ ആരെങ്കിലും ഈ കേസിനെ കുറിച്ച് ബോധേഡാണോ? നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ സക്കരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 5.5 ലക്ഷത്തോളം ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിൽ സർക്കാരിൻ്റെ തന്നെ കണക്ക് പ്രകാരം 77% മനുഷ്യരും വിചാരണ തടവുകാരാണ്. അതിൽ തന്നെ നല്ല ശതമാനം ആളുകൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് അറിയാത്തവരാണ്. അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും പ്രിവിലേജ് ഇല്ലാത്ത തരത്തിൽ ജാതീയമായോ മതപരമായോ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവരാണ്, വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്നവരാണ്. അതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. 5.5 ലക്ഷം പേര്, 5 ലക്ഷത്തി സംതിങ് പേര് ജയിലിൽ കിടക്കുമ്പോൾ 1,25,000 പേർ മാത്രമാണ് കോടതി ശിക്ഷിച്ചവർ. ബാക്കിയുള്ളവരെല്ലാം വിചാരണ തടവുകാരാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും ജയിലിൽ കിടക്കുന്ന 59% ആളുകൾ വിചാരണ തടവുകാരാണ്. ആ വിചാരണ തടവുകാരിൽ ഒരാളാണ് സക്കരിയ. അപ്പോൾ അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് അയാൾക്കറിയില്ല. നോക്കൂ, അയാൾ സക്കരിയ ജയിലിൽ കിടക്കുന്നുള്ള വാർത്ത ശരിക്കും പുറത്തു വരുന്ന തന്നെ കേരളത്തിലൊരു ആഴ്ച പതിപ്പിൽ അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നതാണ്, ഐ തിങ്ക് മാധ്യമത്തിൽ. അയാൾ ഇങ്ങനെ ഒരാൾ ജയിലിൽ കിടക്കുന്നു, കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്താണ് ചെയ്തത് കുറ്റമെന്ന് പോലും അറിയാതെ ജയിലിൽ കിടക്കുകയാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ വിടാം, 2 ദിവസം കൊണ്ട് വിടാം, ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അയാളോട് സംസാരിക്കുമ്പോൾ അയാളും പറയുന്നത് തന്നെ ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് അയാൾക്കുള്ളത്. അത്രയും ദുർബലനും നിഷ്കളങ്കനുമായൊരു മനുഷ്യനെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ അജിംസ് പറഞ്ഞ എല്ലാ പോയിൻറ്റും റിലവൻ്റായിട്ട് അതിനകത്തുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയൊക്കെ എന്തൊക്കെയോ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ എല്ലാം പേരിൽ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കേസുകളിന്മേൽ ഒരു തീരുമാനവും ഒരു തീർപ്പും ഇല്ലാതെ അനന്തമായി നീണ്ടുപോകുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മര്യാദയ്ക്ക് പരോൾ പോലും കിട്ടാതെ അവരോട് കിടക്കുന്നു. ഈ സെക്രട്ടറിക്ക് 15 വർഷത്തേക്ക് ആകെ 2 തവണ മാത്രമാണ് പരോൾ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഒന്നാമത്തെ ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കാണ്. ഈ ചെയ്യുന്നത് അന്യായമാണ് എന്ന് കോടതിക്ക് അറിയാം. അതായത് കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ട് തടവറയിലിട്ട അയാൾ കാരണമല്ലാതെ അനന്തമായി നിങ്ങളുടെ വിചാരണ നടപടി നീണ്ടുപോകുന്നുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും ജാമ്യത്തിന് അർഹനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നീതിപീഠങ്ങൾ പലകുറി, കേരള ഹൈക്കോടതി പോലും. എന്ന് വെച്ചാൽ അയാൾ കാരണമല്ല വൈകുന്നതെങ്കിൽ, നിങ്ങളുടെ മാത്രം സിസ്റ്റത്തിൻ്റെ പിഴവ് കൊണ്ടാണ് ഈ അനന്തമായിട്ട് ഈ വിചാരണ നീളുന്നതെങ്കിൽ അയാൾ ജാമ്യത്തിന് അർഹനാണെന്ന് പറയുന്നു. എന്നിട്ട് എത്ര പേർക്ക് ജാമ്യം ഇവിടെ കിട്ടുന്നുണ്ട്? ഈ 77% പേര് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളൂ. എന്തുകൊണ്ടാണ് കിടക്കുന്നത്? അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും നിയമസഹായം കൊടുക്കാൻ കഴിയുന്ന സംവിധാനമില്ല. അവർക്കതിനുള്ള പാങ്ങില്ല. എന്തിനാണ് അവർ ജയിലിൽ കിടക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല. ഭീകരവാദത്തിൻ്റെ മുദ്ര അടിക്കപ്പെട്ടാൽ പിന്നെ ഒരുവിധപ്പെട്ട ആൾക്കാർ സംസാരിക്കാൻ വരില്ല. പിന്നെ ഉള്ളത് നിയമപരമായ ധാരണയില്ല, പണമില്ല, ഒരു നിലക്കുള്ള പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യന്മാർ. അങ്ങനെയാണ് അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യൻ ജയിലിൽ കിടക്കുന്നതെന്ന് ഓർക്കണം. അവർക്ക് വേണ്ടി നിയമപരമായ പോരാട്ടം നടത്താൻ ആരുമില്ല. അതേ സമാനമായ അവസ്ഥ സത്യം പറഞ്ഞാൽ സക്കരിയപ്പോഴുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഇന്ത്യയിലെ കോടതികൾ ഇത്തരം കേസുകളോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, അന്വേഷണ ഏജൻസികൾ പടച്ചുണ്ടാക്കുന്ന കേസുകളാണ് എന്ന് സാമാന്യ ധാരണ ഏതാണ്ട് എല്ലാ കോടതിക്കും ഈ കാര്യത്തിലുണ്ട്. കാരണം എന്താണ്, എത്ര കേസുകൾ ഇങ്ങനെ. ഇപ്പോൾ കശ്മീരിൽ നിന്ന് ഡൽഹി സന്ദർശിക്കാൻ വന്ന മനുഷ്യനെ പിടി ജയിലിലിട്ട് 12 വർഷം 7 വർഷമൊക്കെ ജയിലിലിട്ട് വിട്ടയക്കുകയാണ്, ഒരു കുറ്റവും കണ്ടെത്താതെ. അബ്ദുൽ നാസർ മഹ്ദനിയെ പിടിച്ച് 9 വർഷം ജയിലിലിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. തിരിച്ചു വന്ന അയാൾ വീണ്ടും അയാളുടെ ജീവിത മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലിടുകയും ഒരു തീരുമാനവും ഇല്ലാതെ വൈകിക്കുകയും ചെയ്യാണ്. ഈ നടക്കുന്നത് അനീതിയാണ് എന്ന സംഗതി നമ്മുടെ കോടതികളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണല്ലോ. എന്തുകൊണ്ടാണ് കോടതികൾ അതിനകത്ത് ഇടപെടാത്തത്? ഈ ആളുകളുടെ ജാമ്യം എന്ന് പറഞ്ഞ മൗലികമായ അവകാശത്തിന് വേണ്ടി കോടതികൾ സംസാരിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. മറ്റേത് ഈ പറഞ്ഞ പോലെ ഡീപ്പ് സ്റ്റേറ്റാണ്. ഏത് സർക്കാർ ഭരിക്കുമ്പോഴും പ്രവർത്തിക്കുന്ന ഡീപ്പ് സ്റ്റേറ്റ്. ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് LDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ് അല്ലേ? ശരിക്കും ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് പോലും ഇല്ല. കർണാടകയുടെ പോലീസ് വരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടെ കൊണ്ടുപോയി ഇടുന്നു. അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളോർക്കും കർണാടകയിലെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കർണാടകയിൽ BJP മാത്രമാണോ ഭരിക്കുന്നത്? അല്ലല്ലോ. BJP അല്ലാതെയും ദീർഘകാലം കോൺഗ്രസ് അവിടെ ഭരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവിടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സക്കരിയയുടെ കേസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മെറിറ്റ് പരിശോധിക്കാനോ തീരുമാനം ഉണ്ടാക്കാനോ അയാളെ പുറത്തിറക്കി വിടുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനോ തയ്യാറാണോ? അല്ല. അങ്ങനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഡീപ്പ് സ്റ്റേറ്റ് പിടിമുറുക്കിയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡീപ്പ് സ്റ്റേറ്റ് സീരിയസ് ആണ്. അതിനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നതോ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ എക്സ്പോസ് ചെയ്ത് പുറത്തു നിർത്താൻ കഴിയുന്നതല്ല.
ഡീപ് സ്റ്റേറ്റ് ഈസ് ഓൾറെഡി എക്സ്പോസ്ഡ് ഇന്ത്യയിൽ. ഇപ്പോൾ അജിംസ് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ല, അതായത് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടെന്നുള്ളത് എക്സ്പോസ് ചെയ്യപ്പെട്ട കഴിഞ്ഞ കാര്യമാണ്. സംജോത എക്സ്പ്രസ്സിൽ സ്ഫോടനം നടത്തുകാരാണ്, എല്ലാവർക്കും അറിയാമല്ലോ, ആർക്കും ഞെട്ടലുമില്ല, ആർക്കും അത് അവസാനിപ്പിക്കുകയും വേണ്ട. മക്ക മസ്ജിദ് ആൻഡ് മലേഗാവ് സ്ഫോടനം നടത്തുകാരാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അവർ സ്വീകരിക്കപ്പെടുകയും അവർ കൂടുതൽ കൂടുതൽ പദവികളാൽ റിവാർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം. ഡീപ് സ്റ്റേറ്റ് അവസാനിപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. അതായത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മസ്ജിദിനകത്തുകൊണ്ട് രാംലല്ലയെ വെക്കുന്നു, അത് അനീതിയാണ്, ചെയ്യരുത്, അത് അപകടം ഉണ്ടാക്കും, അതെടുത്ത് പുഴയിലെറിയണമെന്ന് പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു. പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ആ ആവശ്യത്തെ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പദവിയിലുണ്ടായിരുന്ന ആൾ പരിഗണിച്ചില്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ നാടിനെ ഈ വിഭജനത്തിലേക്ക്, വിനാശത്തിലേക്ക് തള്ളിയിട്ട ഒരു പ്രോജക്റ്റിൻ്റെ തുടക്കമായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നോക്ക്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണെന്ന് പറയുന്നു, അതിനൊരു ഇടതുപക്ഷ പോലീസ് നയം ഉണ്ടെന്ന് പറഞ്ഞു, ഇടതുപക്ഷ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നടക്കുന്നുണ്ടോ? ഡീപ് സ്റ്റേറ്റിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതാണ്. ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്, ഞങ്ങൾ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരാണെന്ന് പിണറായി വിജയനും CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസംഗിക്കും. പക്ഷേ പോലീസ് പെരുമാറുന്നത് എങ്ങനെയാണ്? പോലീസ് പെരുമാറുന്നത് ഹെയ്റ്റ് സ്പീച്ചിന് എല്ലാ തരത്തിലുള്ള അനുമതിയും കൊടുക്കുക, ഹിന്ദുത്വത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ ആഘോഷത്തിനും നിന്നു കൊടുക്കുക, ഈ എന്താ പറയുക, എന്നിട്ട് അപ്പുറത്ത് ആരെയാണ് പിടിക്കേണ്ട അവരെ പിടിക്കുക, എല്ലാ തരത്തിലുള്ള ഹിന്ദുത്വ നെഗറ്റീവിനും പിന്തുണ കൊടുക്കുന്ന തരത്തിലാണ് കേരളത്തിൽ പോലീസ് പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റിനെ തടഞ്ഞു വയ്ക്കുക, അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു സംഗതിയായി, അത്ര വലിയൊരു വിപത്തായിട്ട് ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചക്കരയെ പിടി ജയിലിലിട്ട് 15 വർഷമായി എന്നത് ഞങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന്. ആളുകളെ പിടിക്കുമ്പോൾ അതിനകത്തുള്ളത് കള്ളത്തരമാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. കോടതികളെ നവീകരിക്കാൻ, ഇപ്പോൾ കോടതികളുടെ കാര്യത്തിലായപ്പോലും നമ്മൾ കാണുന്ന നിരാശ കാണുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു ദർഗ ഈ മുസ്ലിങ്ങളുടേതല്ല, അത് ഇപ്പുറത്തുള്ള ഒരു ഹിന്ദു പുരാണത്തിൽ പറയുന്ന ഒരു സംഗതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ടായ ഒരു തർക്കത്തിൽ അപ്പുറത്തെ ആളുകൾക്ക് അത് വിട്ടുകൊടുത്തു. ഇത് ഏതോ വിശുദ്ധൻ്റെ ദർഗയാണെന്നുള്ള തെളിവൊന്നും ഇല്ല എന്നാണ് കോടതി പറയുന്ന കാര്യം. ഇനിയിപ്പോൾ ASI ഇതാ പറയുന്നു, ഈ ഈദ്ഗാഹ് മസ്ജിദ്, മധുരയിലെ ഷാഹി മസ്ജിദ് ശരിക്കും ഔറംഗസീബ് പൊളിച്ചു പണിതാണെന്ന് വിവരാവകാശ പ്രകാരം മറുപടി കൊടുത്തിരിക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. അതതിൻ്റെ സംഹാര രൂപം കാണിക്കുന്നു. ഇപ്പോൾ പണ്ട് മുതലേ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഇരയാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ. നമുക്കറിയാവുന്ന പോലെ ഉമർ ഖാലിദ് ജയിലിൽ കിടക്കുന്നല്ലോ. അയാളുടെ അവസാനത്തെ കുറിപ്പ്, സുഹൃത്തിനോട് പറഞ്ഞതിൻ്റെ കുറിപ്പ് നമ്മൾ വായിച്ചാണ്. അപ്പോൾ വിചാരണ എന്താണെന്നറിയാതെ, ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ നിരന്തരമായി നീട്ടിവെക്കപ്പെടുന്ന നീതി. സുപ്രീം കോടതി എത്രയോ തവണ ഉമർ ഖാലിദിൻ്റെ കേസ് എടുക്കുന്നത് നീട്ടിവെക്കുകയാണ്. അപ്പോൾ ഈ സഞ്ജീവ് ഭട്ട് ജയിലിൽ കിടക്കുകയാണ്. ഏതോ കാലത്ത് ചെയ്തു എന്നാരോപിക്കുന്ന, അയാൾക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് കേൾക്കുന്ന ആർക്കും പ്രാഥമികമായി മനസ്സിലാവുന്ന ഒന്നിൽ എന്തിനാണ്? അപ്പോൾ ഭരണകൂടത്തിന് ശല്യമാകുന്ന മനുഷ്യർ, ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യർ, നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യർ, അവരെ എടുത്ത് അകത്തിടാൻ ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഡീപ് സ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ആളുകളെ ഇത്തരം കേസിൽ കുടുക്കി വിചാരണ തടവുകാരായി ഉള്ളിൽ തള്ളുക. പിന്നെ അവർക്ക് പുറത്തേക്ക് പോകണ്ട, അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പോലും ഇല്ല, അത് കോടതിയോട്ട് ചോദിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ ഒരു ദുരിതകാലത്തിൻ്റെ നടുവിലാണ്. നമ്മളിപ്പോൾ വലിയ അഭിമാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും മനുഷ്യൻ്റെ അന്തസ്സിനും മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിനും മേലെ വലിയൊരു രഥം ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുക. അതിനപ്പുറം ഈ നീതിയുടെ ഒരു വെളിച്ചം എപ്പോഴാണ് വരിക എന്ന കാര്യത്തിൽ പോലും നമ്മൾ ആശയക്കുഴപ്പത്തിലാണ്. യെസ്, എന്തായാലും അത് നിഷാദിൻ്റെ ഒരു നിരാശയുടെ ശബ്ദമായിട്ടാണ് തോന്നുന്നത്. കാര്യം നിഷാദ് പറഞ്ഞു തന്നെയാണെങ്കിലും ശ്രദ്ധേയമായ കാര്യം. കാരണം നിരപരാധികളെ ഇങ്ങനെ ഭരണകൂടം വേട്ടയാടുന്നു, പക്ഷെ അവിടെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, അത് ജുഡീഷ്യറി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്.